ഈ കോഴിക്കോടിന്റെ മണ്ണിൽ ഇനി പുരുഷോത്തമൻ ഉണ്ടാവില്ല എന്ന് കണക്ക് കൂട്ടി. പക്ഷെ കാൽ കാശിന് ഗുണമില്ലാത്ത കഴുത നിന്റെ കൈ വിറച്ചു. അത് അവൻ എന്നെ പ്രഭാകരാന്ന് വിളിച്ചതോടെ ഞാനാകെ. പക്ഷെ പോലീസുകാരോടൊപ്പം കുത്തിയാളെ തിരിച്ചറിഞ്ഞില്ല എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. CA ജെ സാർ പറഞ്ഞു. എന്താണ് അവന്റെ മനസ്സിലിരിപ്പെന്ന് അറിയില്ലെന്നും ജയ സാർ പറഞ്ഞു. ഇനിയിപ്പോ ചത്തല്ലെങ്കിൽ പോട്ടെ, ചത്തതുപോലെ ജീവിക്കണം, ചിറക് വെട്ടണം, പറക്കരുത്. ഈ കോഴിക്കോടിന്റെ ചിട്ടി ഫിനാൻസ് റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ആകാശത്ത് പരുന്തിനി പറക്കരുത്. CA ജെ സാറും MLA കരീമും കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ കൂടെ നിർത്തും. കൊണ്ട് നടക്കുന്നോ വീണു നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സകല ചിട്ടി കമ്പനികളും ഫിനാൻസ് കമ്പനികളും ചീട്ടുകൊട്ടാരം പോലെ തകരും. അതിനേത് ഹിമാലയ ആയാലും എവറസ്റ്റ് ആയാലും. ഡെപ്പോസിറ്റേഴ്സിനെ ഇളക്കണം, പുരുഷോത്തമന്റെ കച്ചവടത്തിന്റെ മൂലക്കല്ലിളകും. ഏറ്റുബായി. മിസ്റ്റർ പുരുഷോത്തമൻ ഏത് റൂമിലാ? B2-ലാ. സാറേ, ദിവസം കുറെ ഞങ്ങൾ ഇവിടെ തലങ്ങും മലങ്ങും നടക്കുന്നു. ആ പരുന്തെഴുന്നിട്ട് പറക്കോ ചാവോന്നറിയാൻ. ഞങ്ങളെ കാശോറെ 6-ാം മുറിന്റെ കുടുങ്ങി കിടക്കണുണ്ടേ. അയാളുടെ നില മെച്ചപ്പെട്ടു എന്ന് അറിഞ്ഞത്. അവന്റെ നില മെച്ചപ്പെട്ടില്ലെങ്കിൽ ഇനി ഞങ്ങളുടെ നില തെറ്റും സാർ. നിയമസഹായം കിട്ടില്ലെങ്കിൽ